ടൈം ട്രാവൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഭൂതകാലത്തേക്ക് പോയി ചെയ്ത തെറ്റുകൾ തിരുത്തുക, അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വകവരുത്തുക. പക്ഷേ ഇതിൽ വലിയൊരു കെണിയുണ്ട്. സങ്കല്പിക്കുക, നിങ്ങൾ 1940ലേക്ക് പോയി നിങ്ങളുടെ മുത്തച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ വകവരുത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ ജനിക്കില്ല, നിങ്ങൾ ജനിക്കില്ല. നിങ്ങൾ ജനിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് മുത്തച്ഛനെ ടൈം മെഷീൻ ഉപയോഗിച്ച് കൊന്നത്? ആരും കൊന്നില്ലെങ്കിൽ മുത്തച്ഛൻ ജീവിക്കും, നിങ്ങളുടെ അച്ഛൻ ജനിക്കും, നിങ്ങൾ ജനിക്കും, നിങ്ങൾ വീണ്ടും മുത്തച്ഛനെ കൊല്ലാൻ പോകും. ഇതൊരു അവസാനമില്ലാത്ത ലൂപ്പാണ്. ഇതിനെയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ടോക്ക് വിത്ത് റോണിക്സിൽ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ പാരഡോക്സ് കാരണം പല ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത് ടൈം ട്രാവൽ അസാധ്യമാണെന്നാണ്. പ്രകൃതി ഇത് അനുവദിക്കുന്നില്ല. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ദിവസം ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ഒരു പാർട്ടി നടത്തി. പക്ഷേ പാർട്ടിയുടെ ക്ഷണക്കത്ത് കൊടുത്തത് പാർട്ടി കഴിഞ്ഞതിന് ശേഷമാണ്. ഇത് കണ്ട് ആരെങ്കിലും ഭാവിയിൽ നിന്ന് പാർട്ടിയിലേക്ക് പങ്കെടുക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആരും വന്നില്ല. ഇതിനർത്ഥം ടൈം ട്രാവൽ സാധ്യമല്ല എന്നാണ്. അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്യുന്നവർ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. അതാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടത്. മൾട്ടിവേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങൾ. ഈ തിയറി പ്രകാരം നിങ്ങൾ ഭൂതകാലത്ത് പോയി മുത്തച്ഛനെ കൊന്നാൽ നിങ്ങളുടെ വർത്തമാനകാലം മാറില്ല. പകരം സമയം രണ്ടായി പിരിയും. ഒരു ലോകത്ത് മുത്തച്ഛൻ മരിച്ചു, നിങ്ങൾ ജനിച്ചതുമില്ല. പക്ഷേ നിങ്ങൾ വന്ന ലോകത്ത് മുത്തച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളും. അതായത് നിങ്ങൾ ഓരോ വട്ടവും ഭൂതകാലം മാറ്റുമ്പോഴെല്ലാം പുതിയൊരു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും. ഇത് കേൾക്കാൻ രസമുണ്ടെങ്കിലും അനന്തമായ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇനി മറ്റൊരു സാധ്യതയുണ്ട്, പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ്. ഇതനുസരിച്ച് വിധി മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ടൈറ്റാനിക് മുങ്ങുന്നത് തടയാൻ ഭൂതകാലത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾ ക്യാപ്റ്റനോട് കപ്പൽ തിരിക്കാൻ പറയുന്നു. പക്ഷേ ആ വെപ്രാളത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ച് കപ്പൽ മുങ്ങുന്നു. അതായത് നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞതുകൊണ്ടാവാം കപ്പൽ മുങ്ങിയത് തന്നെ. നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാനുള്ളത് നടന്നിരിക്കും. സമയം എന്നത് മാറ്റാൻ കഴിയാത്തൊരു നദിയാണ്. ഇതാണ് ടൈം ട്രാവലിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥ. നമ്മൾ വെറും പാവകളാണെന്നുള്ള തിരിച്ചറിവ്. സമയം എന്നത് ഒരു വരയാണോ അതോ ഒരു വൃത്തമാണോ? നമുക്കിനിയും ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഭൂതകാലം മാറ്റാൻ കഴിയില്ലെന്ന് ശാസ്ത്രം പറയുമ്പോഴും നമുക്ക് ഭാവി മാറ്റാൻ കഴിയും. കാരണം ഭാവി നമ്മുടെ കൈകളിലാണ്. ടൈം ട്രാവൽ കിട്ടിയാൽ നിങ്ങൾ ഏത് വർഷത്തിലേക്കാണ് പോവുക? കമൻറ്റ് ചെയ്യുക. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ ടൈം ട്രാവൽ മിസ്റ്ററിയായ ജോൺ ടൈറ്റനെ കുറിച്ചാണ്. അദ്ദേഹം 2036 നിന്ന് വന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ സത്യമായോ? ദിസ് ഈസ് ഐ വിൻജോ സൈനിങ് ഓഫ്.